അടുത്ത ദിവസം ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇന്ന് നമ്മുടെ റൂമിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ വരാന്തയുടെ സൈഡിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ എന്നെ കണ്ടതും നമ്മുടെ പട്ടിക്കുട്ടൻ വീണ്ടും ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഓടി വന്നതും അവൻ ഓടി കയറി എൻ്റെ ബെഞ്ചുമേയും അതുമുന്ന് എൻ്റെ ഡെസ്കുമിലേക്കും കയറി അവിടെ ഇരുന്നു. ഇപ്പം ഇവനാണ് എൻ്റെ ന്യൂ സ്റ്റുഡൻറ്റ്. ഇവൻ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ഇവൻ്റെ കൂടെ ഞാൻ കളിക്കാൻ ചെല്ലണം, അതാണ് അവൻ്റെ ആവശ്യം. സോ ഞാൻ ആവശ്യമില്ലാത്ത ഒരു ചാർട്ടിൻ്റെ കഷ്ണം എടുത്തിട്ട് അവന് കളിക്കാൻ കൊടുത്തു. കുറച്ച് നേരം അവൻ അതും പിടിച്ചിരുന്നു. പിന്നെ ഡെസ്കുമ ഇരിപ്പായി, കെടുപ്പായി, ഉറക്കായി, അങ്ങനെ അവനിരുന്നു. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്നാണ് ഞങ്ങളുടെ BEdൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. സോ എല്ലാവരുടെ മുഖത്തും എക്സാമിൻ്റെ റിസൾട്ട് നോക്കുന്നതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആരുടെ മുഖത്തും വലിയ സന്തോഷം ചൈതന്യമൊന്നും ഞാൻ കണ്ടില്ല. എല്ലാവരും റിസൾട്ട് വരുന്നതിൻ്റെ ടെൻഷനിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായി. എല്ലാവരും പാസ്സാവുകയും ചെയ്തു. പിന്നെ നമ്മൾ പിള്ളേർക്ക് 1-2 പോർഷൻസ് പഠിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നാളത്തെ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച്. പിന്നെ ഞാനിങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് 7ാം ക്ലാസ്സിലെ കുഞ്ഞുണ്ണികൾ പറഞ്ഞ ടീച്ചറെ ഞങ്ങളുടെയും കൂടി വീഡിയോയിൽ കാണിക്കാൻ. സോ അവരുടെയും കുഞ്ഞൊരു വീഡിയോ എടുത്തു. അങ്ങനെ 4 മണിക്ക് ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ പോകുമ്പോൾ ഇവൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാൻ വന്നു. അവന് വാങ്ങിച്ച ബിസ്ക്കറ്റിൻ്റെ ബാക്കി ഞാൻ എൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടന്മാർക്ക് കൊടുക്കാൻ പോവാം. ഇവിടെ പിന്നെ എന്തും പോവും. പക്ഷേ നല്ല പ്രായമുള്ളവരായതുകൊണ്ട് കണ്ണിന് കാഴ്ചശക്തി കുറവാണ്. സോ അവരുടെ അടുത്തേക്ക് പിടിച്ചാൽ മാത്രം അവർക്കത് എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളൂ. സോ അവർക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.